വെറും 49 ലക്ഷം രൂപ കൊടുത്താൽ നമുക്ക് കിട്ടും BYD C-Line 7 പ്രീമിയം എന്ന് പറഞ്ഞ മോഡൽ. അതിനേക്കാളും ഒരു 6 ലക്ഷം രൂപ കൂടുതൽ കൊടുത്താൽ നമുക്ക് കിട്ടും BYD C-Line 7 പെർഫോമൻസ്. കോമഡി എന്താ വെച്ചാൽ ഇതിന്റെ ബേസ് മോഡലിനെയാണ് പ്രീമിയം എന്ന് വിളിക്കുന്നത്. നമ്മളൊക്കെ വിചാരിക്കുന്ന ബേസ് മോഡൽ എന്ന് പറഞ്ഞാൽ വീൽ ക്യാപ്പ് ഇല്ലാണ്ട് സ്റ്റീൽ വീലിൽ അങ്ങനെയാണ്. പക്ഷേ ഇതിൽ ബേസ് മോഡലാണ് പ്രീമിയം. പ്രീമിയത്തിന്റെ പ്രത്യേകതകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു സിംഗിൾ മോട്ടോർ വണ്ടിയാണ്. മീൻസ് റിയർ വീൽ ഡ്രൈവ് കാറാണ്. ഒരൊറ്റ മോട്ടർ ഉണ്ടാവുള്ളൂ. ബാറ്ററി ബാക്ക് രണ്ടിലും സെയിം ആണ്. 82.56 kWh ബാറ്ററിയാണ് രണ്ട് കാറിലും വന്നിട്ടുള്ളത്. BYDയുടെ ബാറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ നമുക്കറിയും BYD ബ്ലേഡ് ബാറ്ററി ടെക്നോളജി അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ബാറ്ററിയാണ്. ലോകത്തിൽ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു ബാറ്ററിയാണ്. സേഫ്റ്റി ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും നമ്പർ 1 സാധനമാണ് BYDയുടെ ബ്ലേഡ് ബാറ്ററി. മറ്റുള്ള കാറുകളുടെ ബാറ്ററി പോലെ അങ്ങനെ എക്സ്പ്ലോഡ് ആവാൻ ചാൻസ് ഇല്ല. അതുപോലെ ഹൈ ടെമ്പറേച്ചർ ആവാൻ ചാൻസ് ഇല്ല. ഇതൊക്കെ ഒരു കോമൺ ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് BYD ലാബിൽ ടെസ്റ്റ് ചെയ്തൊരു വീഡിയോസ് ഉണ്ട്. അതിൽ നെയിൽ പെനട്രേഷൻ ടെസ്റ്റ് ഉണ്ട്. നെയിൽ പെനട്രേഷൻ ടെസ്റ്റിലൊക്കെ ഇതുപോലെ നോർമൽ ബാറ്ററി എക്സ്പ്ലോഡ് ആണോ എന്നൊക്കെ കാണാം. പിന്നെ മാത്രമല്ല ഹീറ്റ് ആവില്ല. അപ്പോൾ നെയിൽ പെനട്രേഷൻ ചെയ്യുമ്പോൾ തന്നെ ചില ബാറ്ററി ഹൈ ടെമ്പറേച്ചർ ആവും. മീൻസ് 600 ഡിഗ്രി സെൽഷ്യസ് വരെ പോകും. ഈ BYDയുടെ ബാറ്ററി എന്ന് പറയുന്നത് വെറും 60 ഡിഗ്രി സെൽഷ്യസ് വരെ പോകും. ഇതൊക്കെയാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ബാറ്ററിയുടെ ഒരു അഡ്വാൻറ്റേജ്. പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഈ ബാറ്ററി ഭയങ്കര എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു എഫിഷ്യൻസി നമ്മുടെ വണ്ടിയുടെ റേഞ്ചിലും അത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ബേസ് മോഡൽ എന്ന് പറഞ്ഞാൽ BYD C-Lineൽ നമുക്ക് കിട്ടുക 567 കിലോമീറ്റർ ആണ് അതിൻ്റെ റേഞ്ച്. അപ്പോൾ നമ്മൾ വിചാരിക്കും 6 ലക്ഷം കൂടുതൽ കൊടുത്ത പെർഫോമൻസ് മോഡലിൽ എത്ര റേഞ്ച് കിട്ടുകയാണ്. അതിലാകെ 542 കിലോമീറ്റർ കിട്ടുള്ളൂ. അതിന് കാരണമുണ്ട്. അതിൽ വന്നിട്ടുള്ളത് 2 മോട്ടറാണ്, ഡുവൽ മോട്ടറാണ്. മാത്രമല്ല അത് ഓൾ വീൽ ഡ്രൈവ് വണ്ടിയാണ്. ഈ പെർഫോമൻസ് മോഡലിൽ അസാധ്യ പെർഫോമൻസ് ആണ്. 523 bhp പവറാണ് ഈ ഡുവൽ മോട്ടർ വണ്ടി ഉണ്ടാക്കുന്നത്. അതായത് 0 to 100 ടൈമിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് 4.5 സെക്കൻഡ്സ് ആണ് ഓൾ വീൽ ഡ്രൈവ് മോഡലിൽ. ബേസ് മോഡലിലേക്ക് വരികയാണെങ്കിലും നമുക്ക് പെർഫോമൻസിന്റെ കാര്യത്തിൽ കുറവൊന്നുമില്ല. അതിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് 308 bhp ആണ് മാക്സിമം പവർ. അതുപോലെ 380 ന്യൂട്ടൺ മീറ്റർ ടോർക്കും. നമുക്ക് പെർഫോമൻസ് മോഡലിൽ 690 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള വോൾവോ XC40, അതുപോലെ BMW iX1, ഹ്യുണ്ടായി അയോണിക് 5, അതുപോലെ EV6 ഇതിനെല്ലാം പെർഫോമൻസിൽ ബീറ്റ് ചെയ്യണ ഒരു ടൈപ്പ് വണ്ടിയാണ് BYD C-Line 7. ബേസ് മോഡലായ പ്രീമിയം മോഡലിൽ പോലും 6.7 ആണ് 0 to 100 ടൈമിങ്. കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് അതിന്റെ ഫിഗേഴ്സ് നോക്കിയാൽ മതി. ഇതിന്റെ ബേസ് മോഡലും ടോപ്പ് മോഡലും തമ്മിൽ തന്നെ 215 bhp വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ ഒരു ടൊയോട്ട ഫോർച്യൂണർ 60 ലക്ഷം രൂപ കൊടുത്ത് നമുക്ക് കിട്ടുന്ന ടൊയോട്ട ഫോർച്യൂണറിന് പോലും 201 bhp ഉള്ളൂ. അപ്പൊ ആ ഒരു പൈസ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ BYD C-Line മേടിച്ചാൽ എന്തുകൊണ്ട് വർത്താണ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും ഇതെന്താ ഫോർച്യൂണറായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഫോർച്യൂണറിനായിട്ട് കമ്പയർ ചെയ്യില്ല. ഞാൻ ആ പ്രൈസ് റേഞ്ചും ആ പവർ ഫിഗേഴ്സും തമ്മിൽ കമ്പയർ ചെയ്തതാണ്. പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, BYD C-Line ഡിറൈവ് ചെയ്തതാണോ C-Line എന്ന്. ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ്. രണ്ടും സെയിം പ്ലാറ്റ്ഫോമിലാണ് വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ BYD ഈ പ്ലാറ്റ്ഫോം 3.0 ഇതിൽ നിന്നാണ് ഈ രണ്ട് വണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ രണ്ട് വണ്ടിക്കും ഈ സെയിം പ്ലാറ്റ്ഫോമാണ്. പിന്നെ സീലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ C-Lineന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ക്രോസ് ഓവർ SUV ആണ്. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കൂടുതലുണ്ട്. സീലിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അടി തട്ടാനൊക്കെ ചാൻസ്. പക്ഷേ രണ്ടിന്റെയും ഡ്രൈവിംഗ് ഡൈനാമിക്സും ഡിഫറെന്റ് ആണ്. ഇപ്പോൾ നമ്മൾ BMW iX1 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആകെ 201 bhp കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു പ്രൈസിന് നമുക്ക് ബേസ് മോഡൽ BYD C-Line 7 എടുത്താൽ 308 bhp ആണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ബേസ് മോഡലും ടോപ്പ് മോഡലും തമ്മിലുള്ള പെർഫോമൻസ് ഫിഗേഴ്സ് തന്നെ 215 HP ഉണ്ട്. ഇപ്പോൾ നമ്മൾ വോൾവോ XC40നെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും ഇതിലാണ് കുറച്ചുകൂടി വലിയ ബാറ്ററി പാക്ക് വരുന്നത്. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഫീച്ചേഴ്സ് വൈസും അതുപോലെ പെർഫോമൻസ് വൈസും പ്രൈസ് വൈസും ഒരു ബെറ്റർ ഓപ്ഷനാണ് BYD C-Line 7. Kia EV6 GT-നൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈസൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു വർത്ത് പ്രൊഡക്റ്റാണ്. പണ്ടൊക്കെ നമ്മൾ ചൈനീസ് കാഴ്സ് കേൾക്കുമ്പോൾ ഇതാണ് ഓർമ്മ വന്നിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ ചൈനീസ് കാഴ്സ് കേൾക്കുമ്പോൾ ഇതാണ് ഓർമ്മ വരുന്നത്. ഇനി 12 വർഷങ്ങൾക്ക് മുന്നേ എലൻ മസ്ക് BYD ഒന്ന് ഊക്കി വിട്ടിട്ടുണ്ടായിരുന്നു. Although there's competitors now ramping up, and as you're familiar with BYD vehicles, Warren Buffett owns 10% stake in that. Why do you laugh? BYD is trying to compete. Why do you laugh? Have you seen their car? I have seen their cars, yes. In fact, at the Berkshire Hathaway meeting, I saw their cars. Yeah. Well, they are on a different... Tell me why you're laughing. You don't see them at all as a competitor? No. Why is that? I don't think they have a great product.
അപ്പോൾ അതെന്തായാലും BYD ഇപ്പൊ തിരിച്ചു കൊടുത്ത്. ഇപ്പൊ പണ്ട് എലൺ മസ്ക് ഊക്കി വിട്ടത് BYD ഒന്ന് പേഴ്സണൽ ആയിട്ട് എടുത്ത്. അപ്പൊ അതായിരിക്കും ചിലപ്പോൾ ഈ കോമ്പറ്റീഷന്റെ ഒരു കാരണം. പണ്ട് ഇതുപോലെ ഫെറാറി ലംബോർഗിനിനെ ഊക്കി വിട്ടിട്ട് ഇപ്പൊ ഫെറാറിക്ക് തന്നെ തലവേദനയായി. അതുപോലെ തന്നെയാണ് BYD ഉണ്ടായത്. ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. വിൽ സീ വിത്ത് അനദർ വീഡിയോ.